ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi. Life easy. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വൻ പ്രഖ്യാപനങ്ങളുമായി ഉമ്മൻചാണ്ടിയുടെ ബജറ്റ്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ. BPL-കാർക്ക് സൗജന്യ അരി. റബ്ബർ വില സ്ഥിരതയ്ക്ക് 500 കോടി. കാർഷികാദായ നികുതി ഒഴിവാക്കി. വിദ്യാഭ്യാസ വായ്പയ്ക്ക് കൈത്താങ്ങ്. ബജറ്റ് ചോർന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷ പ്രതിഷേധം. ഇതാണ് ഞങ്ങൾ അസംബ്ലിയിൽ മുഖ്യമന്ത്രിയുടെ നേരെ എറിഞ്ഞ ചോദ്യങ്ങൾ. വിഭവ സമാഹരണമില്ലാത്ത തട്ടിപ്പ് ബജറ്റെന്ന് ആക്ഷേപം. കതിരൂർ മനോജ് വധക്കേസിൽ P. ജയരാജൻ റിമാൻഡിൽ. കണ്ണൂർ ജയിലിൽ നിന്ന് തുടർ ചികിത്സയ്ക്ക് പരിയാരത്തേക്ക് മാറ്റി. കസ്റ്റഡിയിൽ കിട്ടാൻ CBI അപേക്ഷ നൽകും. UDF RSS ഗൂഢാലോചനയെന്ന് P. ജയരാജൻ. ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ സർക്കാർ നിലപാട് ചോദ്യം ചെയ്ത് സുപ്രീം കോടതി. ഭഗവാന് സ്ത്രീ പുരുഷ ഭേദമില്ല. ആത്മീയത പുരുഷാധിപത്യ മേഖലയോ എന്നും കോടതി. കേസിൽ രാജു രാമചന്ദ്രൻ അമിക്കസ് ക്യൂറി. JNU-വിൽ അഫ്സൽ ഗുരു അനുസ്മരണം നടത്തിയ വിദ്യാർത്ഥികൾ രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റിൽ. രാജ്യവിരുദ്ധ നടപടി വെച്ചുപൊറുപ്പിക്കില്ലെന്ന് രാജ്നാഥ് സിംഗ്. പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ. ഭഭ അറ്റോമിക് സെന്ററിന്റെ ദൃശ്യങ്ങൾ പകർത്തിയെന്ന് ഹെഡ്ലി. മുംബൈയിൽ വ്യാപക അക്രമത്തിന് ലഷ്കർ പദ്ധതിയിട്ടു. നാഷണൽ ഹെറാൾഡ് കേസിൽ വിചാരണ നിർത്തണമെന്ന സോണിയയുടെയും രാഹുലിന്റെയും ആവശ്യം സുപ്രീം കോടതി തള്ളി. പ്രതികൾ വിചാരണ നേരിടണം. നേരിട്ട് കോടതിയിൽ ഹാജരാകേണ്ട. ഹൈക്കോടതി പരാമർശങ്ങളും നീക്കി. കതിരൂർ മനോജ് വധക്കേസിൽ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ റിമാൻഡിൽ. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് UAPA പ്രകാരം 1 മാസത്തേക്ക് റിമാൻഡ് ചെയ്തത്. പിന്നീട് തുടർ ചികിത്സയ്ക്കായി ജയരാജനെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കേസിൽ UAPA ചുമത്തിയത് RSS CBI ഗൂഢാലോചനയുടെ ഫലമാണെന്ന് ജയരാജൻ പ്രതികരിച്ചു. കതിരൂർ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയ പശ്ചാത്തലത്തിലാണ് ജയരാജൻ കീഴടങ്ങാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ജയരാജൻ രാവിലെ 8:30യോടെയാണ് കോടതിയിലേക്ക് തിരിച്ചത്. പ്രത്യേക ആംബുലൻസിൽ യാത്ര തുടങ്ങിയ ജയരാജൻ 10:30യോടെ തലശ്ശേരി സഹകരണ ആശുപത്രിയിലെത്തി. ചുരുങ്ങിയ സമയം അവിടെ ചെലവഴിച്ച ജയരാജൻ സഹപ്രവർത്തകരുടെയും അഭിഭാഷകരുടെയും സാന്നിധ്യത്തിലാണ് കോടതിയിലേക്ക് പ്രവേശിച്ചത്. CPM-നെ ഭീകരപ്രസ്ഥാനമാക്കി മുദ്രകുത്താൻ RSS നടത്തുന്ന ഗൂഢാലോചനയ്ക്ക് CBI-യും സംസ്ഥാന സർക്കാരും കൂട്ടുനിൽക്കുകയാണെന്ന് ജയരാജൻ പറഞ്ഞു. CPM-ന്റെ നേതാക്കളെ കള്ളക്കേസിൽ പെടുത്താനുള്ള കൃത്യമായിട്ടുള്ള ഗൂഢപദ്ധതി. CPIM ഒരു ഭീകരപ്രസ്ഥാനമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പ്രചാരണ പദ്ധതി. ഇതാണ് കണ്ണൂരിൽ ആവിഷ്കരിക്കപ്പെട്ടത്. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായ ജയരാജന് അർഹമായ പരിഗണന നൽകണമെന്ന് അഭിഭാഷകനായ K. വിഷൻ കോടതിയിൽ ബോധിപ്പിച്ചു. തുടർന്ന് ജയരാജനെ 1 മാസത്തേക്ക് റിമാൻഡ് ചെയ്ത കോടതി തുടർ ചികിത്സയുടെ കാര്യത്തിൽ ജയിൽ അധികൃതർക്ക് തീരുമാനമെടുക്കാമെന്നും വ്യക്തമാക്കി. കോടതി നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം വൻ പോലീസ് സന്നാഹത്തോടെയാണ് ജയരാജനെ വൈദ്യപരിശോധനയ്ക്കായി കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പരിശോധന കഴിഞ്ഞ് 2 മണിയോടെ സെൻട്രൽ ജയിലിലെത്തിയ ജയരാജൻ പ്രവർത്തകരുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി അകത്തേക്ക് പ്രവേശിച്ചു. ജയിൽ നടപടികൾ പൂർത്തിയാക്കിയതിന് പിന്നാലെ തുടർ ചികിത്സയ്ക്കായി ജയരാജനെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. റിപ്പോർട്ടർ, കണ്ണൂർ. CPIM നേതാവ് MV ജയരാജൻ, RSS നേതാവ് വത്സൻ തില്ലങ്കേരി, കോൺഗ്രസ് നേതാവ് T. സിദ്ദിഖ് എന്നിവരാണ് ചർച്ചയിൽ. ആദ്യം ശ്രീ MV ജയരാജൻ. CPIM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഇപ്പോൾ ജയിലിലാണ്. സാങ്കേതികമായി ആശുപത്രി എന്ന് പറയാം, എങ്കിലും അദ്ദേഹം നിയമത്തിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു. അത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിനോ സമരം ചെയ്തതിനോ ഒന്നുമല്ല. കൊലപാതക കുറ്റത്തിലാണ് അദ്ദേഹത്തിന് ഇങ്ങനെ നിയമത്തിന് മുൻപിൽ കീഴടങ്ങേണ്ടി വന്നത്. CPIM-നെ സംബന്ധിച്ച് അപമാനകരമായ സാഹചര്യമല്ലേ? യഥാർത്ഥത്തിൽ ജയരാജൻ ഒരു കൊലയാളിയുമല്ല. ജയരാജൻ ആരെന്ന് തെളിയിക്കുന്ന ഒരു ഫോട്ടോ റിപ്പോർട്ടർ TV-യിലൂടെ പ്രേക്ഷകരെ കാണിക്കേണ്ടി വന്നതിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട്. ഈ ഫോട്ടോ 99 തിരുവോണം നാളിൽ ജയരാജനെ വീട്ടിൽ കയറി വെട്ടി നുറുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 കൈയും വെട്ടിമാറ്റപ്പെട്ട നിലയിലുള്ള ഫോട്ടോ ആണ്. അദ്ദേഹത്തെ ഈ രീതിയിലാക്കിയത് RSSകാരാണ്. അന്ന് മൈക്രോവാസ്കുലർ ശസ്ത്രക്രിയ അനുസരിച്ച്
എറണാകുളം സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ അക്കാലത്ത് അവിടെ സൗകര്യമുള്ളൂ. 6 മണിക്കൂറിനകം എത്തിച്ചേർത്തത് കൊണ്ട് ഈ വലത് കൈ തുന്നിച്ചേർക്കാൻ കഴിഞ്ഞു. ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും രക്തം തളം കെട്ടിയ ആ മുറിയിൽ ഇദ്ദേഹത്തിൻ്റെ പെരുവിരൽ, ഈ ഇടത് പെരുവിരൽ മുറിക്കപ്പെട്ട നിലയിൽ കാണും. അത് പിന്നീട് തുന്നിച്ചേർക്കാൻ കഴിഞ്ഞിരുന്നില്ല, നമുക്ക് ആ സമയത്തിന് എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഞാനത് കാണിക്കുന്നത് ഈ കേരളത്തിലെ ജനങ്ങളാകെ മനസ്സിലാക്കണം എന്നതുകൊണ്ടാണ്. ഇദ്ദേഹം ഒരു അക്രമകാരിയല്ല, കൊലയാളിയല്ല. പക്ഷെ ഇദ്ദേഹം ആക്രമിക്കപ്പെട്ടു, ഇദ്ദേഹം വധിക്കാൻ ശ്രമിക്കപ്പെട്ടതിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നതാണ് സത്യം. ഇപ്പോൾ ഉണ്ടായത് RSS ഒരു കത്ത് കൊടുത്തു, RSS ആജ്ഞാപിച്ചു, ജയരാജനെ ഒരു കേസിൽ പ്രതിയാക്കി. അല്ലാതെ ഇദ്ദേഹം ഒരു കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തിട്ടില്ല. ഇദ്ദേഹം നമ്മുടെ നാട്ടിലെ മറ്റു പാർട്ടിയുടെ നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളടക്കം നടത്താൻ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകനാണ്. ശ്രീ MV ജയരാജൻ, ഇക്കാര്യം ഇന്നലെ ഹൈക്കോടതിയിലും നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണല്ലോ. പി ജയരാജൻ വലിയ തോതിലുള്ള കടന്നാക്രമണത്തിന് വിധേയനായിട്ടുണ്ട്. അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നുമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും പക്ഷേ ഉയർന്നിരിക്കുന്ന ആരോപണത്തെ ഏതെങ്കിലും തരത്തിൽ അപ്രസക്തമാക്കുന്നില്ലല്ലോ. അദ്ദേഹം ഇനി RSSന്റെ വൈരനിര്യാതന ബുദ്ധിയാണ് ഈ CBI നീക്കത്തിന് പിന്നിൽ എന്നാരോപിച്ചാൽ അദ്ദേഹം ഈ കൊലപാതക കേസിൽ മാത്രമല്ല ആരോപണ വിധേയനായിരിക്കുന്നത്, മറ്റൊരു കേസിൽ അദ്ദേഹം പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതേക്കുറിച്ചുള്ള ഹൈക്കോടതി നിരീക്ഷണങ്ങൾ കഴിഞ്ഞ ദിവസം വന്നതേയുള്ളൂ. CPIMന്റെ തന്നെ മറ്റൊരു നേതാവും ഇങ്ങനെയുള്ള വൈരനിര്യാതന ബുദ്ധിയിൽ കുടുങ്ങുന്നില്ലല്ലോ. ഇവിടെ പി ജയരാജൻ മാത്രമായി ടാർഗറ്റ് ചെയ്യാൻ മാത്രം എന്തെങ്കിലും സവിശേഷത അദ്ദേഹത്തിനുണ്ടോ? ഉണ്ട്. RSSൽ നിന്ന് നിരവധി പ്രവർത്തകന്മാർ കണ്ണൂർ ജില്ലയിൽ രാജിവെച്ച് CPMുമായി സഹകരിച്ച് പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ പി ജയരാജൻ അടക്കമുള്ളവരുടെ പങ്കാണ്. യഥാർത്ഥത്തിൽ വാസുമാഷ് അടക്കമുള്ള ആളുകൾ CPMുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ വാസുമാഷ് ജില്ലയിലെ CPMന് അറിയപ്പെടുന്ന ഒരു നേതാവാണ്. അപ്പം ഇത്തരത്തിൽ RSS BJP വിഭാഗത്തിന് വലിയ തോതിൽ അവരുടെ സംഘടനയെ ദുർബലപ്പെടുത്തുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ വന്നു. ഇനി താങ്കൾ ചോദിച്ചു, ഒന്ന് ഹൈക്കോടതിക്ക് ഇത് ബോധ്യപ്പെട്ടില്ലല്ലോ, ഹൈക്കോടതിയുടെ വിധിയുടെ കോപ്പി കിട്ടിയില്ല. പക്ഷെ ഹൈക്കോടതി പറഞ്ഞതായി മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത് ആരോപണത്തിന് അടിസ്ഥാനമായ വസ്തുത കേസ് ഡയറിയിലുണ്ട്. ആരോപണം ശരിയാണോ എന്ന് വിലയിരുത്തി ഇപ്പോൾ അഭിപ്രായം പറയുന്നില്ല. ശരിയാണ്. ആരോപണം ശരിയാണോ എന്ന് ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ CBI കെട്ടിപ്പൊക്കിയ കള്ളക്കേസിന്റെ ശരിതെറ്റുകൾ പരിശോധിച്ചാൽ CBI തെറ്റ് ചെയ്തു എന്നും എന്നാൽ ജയരാജന്റെ ഭാഗത്ത് ഒരു തെറ്റില്ലെന്നും തെളിയുമെന്നുള്ളതിന്റെ സാക്ഷ്യപത്രം സാധാരണഗതിയിൽ ഒരു കോടതി ഇങ്ങനെ പറയില്ല. അല്ല, കോടതി കേസിന്റെ ഈ ആരോപണത്തിന്റെ യാതൊരു മെറിറ്റിലേക്കും കടന്നിട്ടില്ല എന്ന് ഹൈക്കോടതി സൂചിപ്പിച്ചിട്ടുണ്ട്. തുടരുക ശ്രീ MV ജയരാജൻ. ശ്രീ വത്സൻ തില്ലങ്കേരി, ഇവിടെ ഉയർന്നിരിക്കുന്ന ആരോപണം RSS ഇക്കാര്യത്തിൽ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ്. ഒന്ന്, മോഹൻ ഭാഗവത് കേരളത്തിൽ വന്ന ഘട്ടങ്ങളിൽ, ആദ്യം അദ്ദേഹം കണ്ണൂരിൽ വന്നു, പിന്നീട് എറണാകുളത്ത് വന്നു. ആ ഘട്ടങ്ങളിൽ ഈ കേസിൽ CPIMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതിയാകുന്നില്ല എന്ന പരാതി RSSന്റെ ഇവിടുത്തെ ഘടകം ഉന്നയിച്ചതായി ഒരാരോപണം. 2, അമിത്ഷായ്ക്ക് തന്നെ ഇക്കാര്യത്തിൽ കേരളത്തിലെ RSS ഘടകം ഒരു പരാതി നൽകി എന്നും പറയപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സമ്മർദ്ദം വന്നതുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന പേഴ്സണൽ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ CBI ഇങ്ങനെ ഈ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി പി ജയരാജനെ കേസിൽ പെടുത്തി എന്നുള്ളതാണ് ആ ആരോപണത്തിൻ്റെ ആകത്തുക. അതിൽ ശരിയുണ്ടോ? നിങ്ങൾ മോഹൻ ഭാഗവതിനോടോ അമിത്ഷായോടോ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ജയരാജനെ പ്രതിയാക്കാൻ? ശ്രീ MV ജയരാജൻ്റെയും CPM നേതൃത്വത്തിൻ്റെയും വാദം സ്കൂൾ പരീക്ഷയിൽ തോറ്റ കുട്ടി പരീക്ഷയെ കുറ്റം പറയുന്നത് പോലെയാണ്. ജയരാജന്റെ ജാമ്യാപേക്ഷ കോടതിയിൽ വരുന്നതിന് മുമ്പ് ഇതേ കാര്യങ്ങൾ തന്നെയാണ് അവർ പറഞ്ഞത്. ഒന്ന്, RSSന്റെ ഗൂഢാലോചന കൊണ്ടാണ് ജയരാജനെ കേസിൽ പ്രതിയാക്കാൻ CBI മെനക്കെടുന്നത്. RSSന്റെ സർസംഘ്യാലയം വന്നതുകൊണ്ടാണ്, ആ സർസംഘ്യാലയന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ജയരാജൻ കേസിൽ പ്രതിയാവുന്നത്. RSS നേതൃത്വം അമിത്ഷാക്ക് കത്തയച്ചിട്ടാണ്
ജയരാജൻ പ്രതിയാവുന്നത്. രണ്ടാമത് അവർ പറഞ്ഞത് ഈ കേസിൽ UAPA നിലനിൽക്കുന്നതല്ല, UAPA ഈ കേസിൽ ചേർത്തത് ജയരാജന് കൊടുക്കാൻ വേണ്ടിയാണ്. ഇതുപോലെയുള്ള ആരോപണങ്ങളാണ് ഇതിനു മുമ്പ് ജാമ്യാപേക്ഷ കോടതിയിൽ വരുന്നതിന് മുമ്പ് CPM പറഞ്ഞിരുന്നത്. കോടതി എന്താ കണ്ടെത്തിയിരിക്കുന്നത്? കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? കോടതി വളരെ വ്യക്തമായിട്ടാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, CPMന്റെ ജയരാജന്റെ അഭിഭാഷകന്റെ ആവശ്യപ്രകാരം കേസ് ഡയറി CBI കോടതിയിൽ ഹാജരാക്കി. കോടതി ആ കേസ് ഡയറി പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ള കാര്യം കോടതി കണ്ടെത്തിയിരിക്കുന്നത് ജയരാജന് ഈ കേസിൽ കൃത്യമായി ബന്ധമുണ്ട് എന്ന് ഈ കേസ് ഡയറിയിലൂടെ തെളിയുന്നുവെന്നാണ്. രണ്ടാമത്തെ കാര്യം, ഇത് UAPA ചുമത്തിയത്, അത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം UAPA ചുമത്താൻ പറ്റുന്ന കേസാണ് ഇത് എന്ന് കോടതി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അല്ല, ഇക്കാര്യത്തിൽ കോടതി കേസിന്റെ മെറിറ്റിലേക്ക് ന്യായങ്ങളിലേക്ക് കടന്നിട്ടില്ല. കേസ് ഡയറി പരിശോധിച്ചതിൽ നിന്ന് പ്രഥമ ദൃഷ്ട്യാ UAPA നിലനിൽക്കുന്നതാണ് എന്ന് കണ്ടു. ആ അർത്ഥത്തിൽ ജാമ്യാപേക്ഷ നിരസിച്ചു. അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, അമിത്ഷായോടോ മോഹൻ ഭാഗവതിനോടോ ഇങ്ങനെ ഒരാവശ്യം, മനോജ് വധക്കേസിൽ CPIMന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ കൊടുക്കണമെന്ന ആവശ്യം നിങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നോ? അല്ല, ഇത് മനോജ് ഞങ്ങളുടെ RSSന്റെ കണ്ണൂർ ജില്ലാ ശാരീ സ്റ്റേഷൻ ഗ്രൂപ്പാണ്. അദ്ദേഹത്തിന്റെ കൊലയ്ക്ക് ശേഷം സാധാരണ ഈ കണ്ണൂർ ജില്ലയിൽ ഇതുപോലുള്ള കൊലപാതകം നടന്നാൽ പിന്നീട് ഒരു തിരിച്ചടി, കൊലപാതകം, സംഘർഷം, ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ണൂർ ജില്ലയിൽ സ്വാഭാവികമാണല്ലോ. ഞങ്ങൾ എന്ത് നടപടിയെടുത്തത്? ഞങ്ങളെടുത്ത നടപടി മനോജിന്റെ കൊലപാതകത്തെ തുടർന്ന് CPMന്റെ ഒരു ചുവന്ന കൊടി പോലും താഴെ വീഴാതെ അണികളെ മുഴുവനും ശാന്തരാക്കി നിർത്തി ബോധവൽക്കരിച്ച് ഈ കാര്യത്തിൽ ശരിയായ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തി ഈ കൃത്യത്തിൽ പങ്കെടുത്തവരെയും അതിന് നേതൃത്വം കൊടുത്തവരെയും കൊന്നവരെയും കൊല്ലിച്ചവരെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള നിയമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലാ നടപടികളും സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുണ്ട്. അമിത്ഷായാലും അല്ലെങ്കിൽ മോഹൻ ഭാഗവതിനായാലും അവരെ ദുസ്വാധീനിച്ചുകൊണ്ട് ഈ കേസിൽ പെടുത്തേണ്ട യാതൊരു കാര്യവും ജയരാജനെ പെടുത്തേണ്ട കാര്യവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഒരു കാര്യമുള്ളത്, ഈ അമിത്ഷായോടും അതുപോലെ തന്നെ മോഹൻ ഭാഗവതിനോടും മനോജിന്റെ കുടുംബത്തിനും ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകന്മാർക്കും ഈ കേസിൽ ഗതിവേഗം പോരാ, വേണ്ടത്ര അന്വേഷിക്കുന്നില്ല, CBI അന്വേഷിക്കുന്നില്ല എന്ന് പരാതി പറയാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. എന്താ തെറ്റ്? അതൊരു ഇന്ത്യൻ പൗരനുള്ള അവകാശമാണ്. CBI ഒരു അന്വേഷണ ഏജൻസിയല്ലേ? ആ അന്വേഷണ ഏജൻസി ശരിയായ രീതിയിൽ പ്രവർത്തിക്കണം എന്ന് ഒരു പരാതി പറയാൻ, അല്ല, അത് കേവല പരാതി എന്നതിനപ്പുറത്ത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള അന്വേഷണ ഏജൻസി എന്നുള്ള നിലയിൽ അത് CBIയെ തന്നെ സ്വാധീനിക്കുന്ന വിധത്തിലേക്ക് മാറിയോ എന്നുള്ളതാണ് വിഷയം. താങ്കൾ തുടരുക ഒരു നിമിഷം. ശ്രീ MV ജയരാജൻ, ഇനി വാദത്തിന് CBI എന്ന അന്വേഷണ ഏജൻസി കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താമല്ലോ. തലശ്ശേരി സെഷൻസ് കോടതിയിൽ 3 തവണ, പിന്നീട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുൻപാകെ ഈ രാഷ്ട്രീയ ഗൂഢാലോചന തിയറി മുന്നോട്ട് വെച്ചതാണ്. കേസ് ഡയറി പരിശോധിച്ചാണ് ഇന്നലെ UAPA പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണ് എന്ന് കോടതി കാണുകയും ഈ മുൻകൂർ ജാമ്യാപേക്ഷ നിരസിക്കുകയും ചെയ്തത്. കോടതിയെ സ്വാധീനിക്കാനാവില്ലല്ലോ. ദുസ്വാധീനത്താൽ അന്വേഷണ ഏജൻസിയെ ഏതെങ്കിലും തരത്തിൽ നിർബന്ധിച്ചാൽ പോലും കോടതിയിൽ നിങ്ങൾക്കത് വ്യക്തമാക്കാൻ കഴിയേണ്ടതല്ലേ അങ്ങനെയാണെങ്കിൽ? ഇവിടെ ശ്രീ വത്സൻ തില്ലങ്കേരി ഒരു കാര്യം സമ്മതിച്ചു. ഞങ്ങൾ RSS നേതൃത്വത്തെ, BJP നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. RSS നൽകിയ കത്തിൻ്റെ കോപ്പി എല്ലാ മാധ്യമങ്ങളിലും വന്നു. ആ കത്തിൻ്റെ കോപ്പിയാണ് ഈ മാധ്യമത്തിലുള്ളത്. ഈ കത്തിൽ എന്താ പറയുന്നത്? CPIMന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതൃത്വത്തെ പ്രതിയാക്കണമെന്നുള്ളതാണ്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കും പിന്നിൽ ആസൂത്രണം നടത്തുന്നത് ജയരാജനാണെന്നാണ്. എന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ല. CBI കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്നത് എന്താ? കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ എല്ലാ കൊലപാതകങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ആളാണ് ജയരാജൻ എന്ന് പറഞ്ഞ RSSന്റെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനോജ് കേസിൽ അവർ പറയുന്നു ഇതിൻ്റെ ബുദ്ധി കേന്ദ്ര ജയരാജൻ്റെതാണ്.
അപ്പോൾ RSS കൽപ്പിക്കുന്നു, CBI അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇതൊരു സത്യമായി ശ്രീ വത്സൻ തില്ലങ്കേരി ഇവിടെ സമ്മതിച്ചത് നന്നായി. അന്വേഷണ ഏജൻസിയെ ദുരുപയോഗം ചെയ്യുന്നു. ഇനി കോടതിയുടെ കാര്യം എടുക്കുക. കോടതി പറഞ്ഞത് എന്തെന്ന് ഞാൻ നേരത്തെ പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു. ആരോപണം ശരിയാണോ? ആരുടെ ആരോപണം? CBIയുടെ ആരോപണം എന്ന് വിലയിരുത്തി അഭിപ്രായം പറയുന്നില്ല. അപ്പോൾ അത് ഈ ഘട്ടത്തിൽ പറയേണ്ടതല്ല, മറ്റൊരു ഘട്ടത്തിൽ പറയാമെന്നാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതിൽ നിന്ന് ഇംപ്ലീഡ് ചെയ്യാവുന്ന ഒരു സൂചന CBIയുടെ ആരോപണം അതിൻ്റെ ശരി തെറ്റുകൾ വേർതിരിച്ചെടുത്താൽ അതിന് ജയരാജന്റെ പക്ഷത്തെ നീതി കിട്ടും. ശരി, അങ്ങനെയാണ് CPM പ്രതീക്ഷിക്കുന്നത്. ജയരാജൻ, ഷിട്ടി സിദ്ദിഖ് ഈ ചർച്ചയിൽ തന്നെ RSS സമ്മതിച്ച ഒരു കാര്യം, മനോജ് വധക്കേസിന്റെ അന്വേഷണത്തിൽ CBIക്ക് ഗതിവേഗം പോരാ എന്ന ആക്ഷേപം അമിത്ഷായുടെ മുന്നിലും മോഹൻ ഭാഗവത്തിന്റെ മുന്നിലും RSSന്റെ കേരള ഘടകം ഉന്നയിച്ചിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് P. ജയരാജൻ ഈ കേസിൽ പ്രതിയാക്കപ്പെടുന്ന, ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ട് പ്രതിയാക്കപ്പെടുന്ന നില വരുന്നത്. CBI കൂട്ടിലടച്ച തത്തയാണ് എന്ന് മുൻപ് UPA ഭരിക്കുമ്പോൾ സുപ്രീം കോടതി തന്നെ പറഞ്ഞതാണ്. ഒരു സ്വാധീനത്തിനും വഴങ്ങാത്ത അന്വേഷണ ഏജൻസി എന്ന പേര്, സൽപ്പേര് CBIക്കില്ല. ഇവിടെ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ P. ജയരാജനെ ഫ്രെയിം ചെയ്യാൻ CBI എന്ന അന്വേഷണ ഏജൻസിയെ ഉപയോഗിക്കുകയാണ് എന്ന CPIMന്റെ വാദത്തിന് കൂടുതൽ ശക്തി വരുന്നുണ്ടോ? ഒരു പ്രധാനപ്പെട്ട കാര്യം, മനോജിന്റെ വധം യാഥാർത്ഥ്യമായ ഒരു ക്രിമിനൽ കുറ്റമാണ്. കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, കോൺസ്പിറസി സൈഡിലേക്ക് പൊളിറ്റിക്കൽ അസാസിനേഷൻ കേസുകളിൽ പോകാൻ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ സമ്മർദ്ദവും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പ്രകടമായിട്ടുള്ള ഡെമോൺസ്ട്രേഷനും അവരുടെ പ്രവർത്തനങ്ങൾ മൂലം ഒരു സന്ദർഭത്തിലും സാധിക്കാത്ത സാഹചര്യം പോലും ഉണ്ടാകാറുണ്ട്. അത് TP വധക്കേസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഷുക്കൂർ വധക്കേസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പല കേസുകളിലും സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമീപനത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. CPIM പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും RSSും BJPയും സ്വീകരിക്കുന്ന ഒരു പ്രകടമായ ഒരു സമീപനമുണ്ട്. അവർ അവരുടെ താവളങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ സ്വീകരിക്കുന്ന സമീപനം ഈ കൊലപാതകത്തിൻ്റെ രാഷ്ട്രീയമാണ്. ആ കൊലപാതകത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അവർ പരസ്പരം പ്രതികളെ രക്ഷപ്പെടുത്താനുള്ളതായിരിക്കുന്ന നീക്കുപോക്കുകൾക്കും അവർ വിധേയമായി അവർ പരസ്പരം സഹകരണത്തിന്റെ മേഖലകളിലേക്കും മുമ്പ് പോയിട്ടുണ്ട്, പോകാറുമുണ്ട്. പക്ഷെ ഇവിടെ ഒരു യാഥാർത്ഥ്യം, കോൺസ്പിറസി സൈഡിലേക്ക് പോകാൻ ഒരു കേസിലും സാധിക്കാറില്ല. കോൺസ്പിറസി സൈഡിലേക്ക് പോയെങ്കിൽ മാത്രമേ കേരളത്തിലെ പൊളിറ്റിക്കൽ അസാസിനേഷൻ അറുതി വരികയുള്ളൂ എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച്, കേരളത്തിന്റെ പൊതുസമൂഹത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ മനോജ് വധക്കേസിന് ശേഷം നടന്ന 2 CPM പ്രവർത്തകന്മാരുടെ കൊലപാതകത്തിലെ ഇതിന്റെ ഒക്കെ കോൺസ്പിറസി സൈഡിലേക്ക് പോകണം. ആ കോൺസ്പിറസിക്ക് പിന്നിലുള്ളതായിരിക്കുന്ന ഘടകങ്ങൾ മുഴുവൻ, ആളുകൾ മുഴുവൻ പുറത്തു കൊണ്ടുവരണം. അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഏറ്റവും അനിവാര്യമാണ്. TP വധക്കേസിലെ കേസ് നടക്കുമ്പോൾ CPIM പ്രതിരോധത്തിന്റെ മാർഗം സ്വീകരിച്ചത് വളരെയധികം പ്രക്ഷുബ്ധമായ മേഖലകളിലാണ്. ഒരു സന്ദർഭത്തിൽ ബഹുമാന്യനായ ശ്രീ MV ജയരാജൻ തന്നെ ആ ക്യാമ്പ് ഹൗസിന് മുമ്പിൽ വന്ന് പോലീസ് സ്റ്റേഷൻ മുമ്പിൽ വന്നുകൊണ്ട് അദ്ദേഹം ഭയങ്കരമായ പ്രതിഷേധം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 10-12 MLAമാർ ഒന്നിച്ചു വന്ന് പ്രതികളെ സംരക്ഷണത്തിന്റെ കവചം തീർക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ പേര് വിളിച്ച് അവർ തെറി പറഞ്ഞിട്ടുണ്ട്, അവരുടെ കുട്ടികളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരുപാട് സമീപനങ്ങൾ അവർ സ്വീകരിക്കുന്നു. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇത് അവസാനിക്കണം കേരളത്തിൽ. അത് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തിന് ആവശ്യമാണ്, കേരളത്തിന്റെ പൊതുസാമൂഹ്യ രംഗത്തിന്, കേരളത്തിലെ പൊതുസമൂഹം. ഞാൻ താങ്കളിലേക്ക് ഒരിക്കൽ കൂടി വരാം. അതിനു മുൻപ് ശ്രീ വത്സൻ തില്ലങ്കേരി, ഇവിടെ RSS അമിത്ഷായോടും മോഹൻ ഭാഗവതിനോടും P. ജയരാജനെ ഈ കേസിൽ പ്രതിയാക്കണം എന്നാവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ നടക്കേണ്ടതാണ്. കാരണം നരേന്ദ്രമോദിയുടെ ഓഫീസിന് കീഴിലാണല്ലോ CBI വരിക. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന പാരമ്പര്യമാണ് CBIയെക്കുറിച്ച് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളതും. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇവിടെ CPIMന്റെ വാദത്തിന് അർത്ഥമില്ലേ? ഞാൻ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ എന്നറിയില്ല. ഞാൻ പറഞ്ഞത് മോഹൻ ഭഗവതോ അമിത്ഷായോടോ RSSനോ ഇന്ത്യയിലെ ഏതെങ്കിലും പൗരനോ
മനോജ് വധത്തിന്റെ അന്വേഷണം ശരിയായ ദിശയിലല്ല പോകുന്നത്, വേഗം പോരാ എന്ന് ആർക്കെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്താൻ അവകാശമില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടാകുമല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കത്തും അമിത്ഷായ്ക്കും കൊടുത്തിട്ടില്ല, മറ്റാർക്കും കൊടുത്തിട്ടില്ല. ഏതെങ്കിലും വ്യക്തികൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുക്കാനുള്ള അവകാശമില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. ആ അവകാശത്തെയാണ് ഞാൻ സംരക്ഷിക്കാൻ ശ്രമിച്ചത്. അല്ലാതെ RSS BJP നേതൃത്വം കത്ത് കൊടുത്തു, സമ്മർദ്ദം ചെലുത്തി, പി ജയരാജനെ പ്രതിയാക്കാൻ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത വാക്കുകൾ എന്റേതായിട്ട് താങ്കൾ ഉദ്ധരിക്കരുത്, തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത്. രണ്ടാമത്തെ ഒരു കാര്യം, ശ്രീ ജയരാജൻ പറഞ്ഞു, ഇവിടെ ശ്രീ പി ജയരാജൻ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ നടന്ന എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും, CPM നടത്തിയ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും ശ്രീ പി ജയരാജന്റെ നേതൃത്വത്തിലാണ് നടന്നതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല. ഇവിടെ കണ്ണൂർ ജില്ലയിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ, ഏറ്റുമുട്ടലുകൾ നടക്കാറുണ്ട്, ആളുകൾ കൊല്ലപ്പെടാറുണ്ട്. ഒഴിവാക്കേണ്ട സാഹചര്യമാണത്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ വളരെ ആസൂത്രിതമായി, ഉദാഹരണത്തിന് മനോജിന്റെ തന്നെ 3 വർഷക്കാലം യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ലാതിരുന്ന കണ്ണൂർ ജില്ലയിൽ ഒരു ദിവസം വീട്ടിൽ നിന്ന് വാഹനത്തിൽ പോകുന്ന സമയത്ത് പട്ടാപ്പകൽ മനോജ് കൊല്ലപ്പെടുകയാണ്, ബോംബെറിഞ്ഞ് കൊല്ലപ്പെടുകയാണ്. യാതൊരു തരത്തിലുള്ള സംഘർഷം ഇവിടെ ഉണ്ടായിരുന്നില്ല. അത് ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകമല്ലേ? നേരത്തെ ഇവിടെ ശ്രീ MV ജയരാജൻ, ശ്രീ പി ജയരാജന് പരിക്ക് പറ്റിയ കാര്യം ആ ചിത്രങ്ങളൊക്കെ ഇവിടെ കാണിക്കുകയുണ്ടായി. ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ടയാളാണ് മനോജ്. ശരിയാണ്, കണ്ണൂർ ജില്ലയിൽ അങ്ങനെ അക്രമ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് നേതാക്കളും പ്രവർത്തകന്മാരും ഒക്കെ പ്രതി ചേർക്കപ്പെടാറുണ്ട്. ആ കേസ് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മനോജ് ശിക്ഷിക്കപ്പെട്ട ഒരാളാണ്. ആ കേസ് ഇപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീലാണ്. CPM ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്താണ്? കോടതി ശിക്ഷ വിധിച്ച ഒരാളെ 3 തവണ മനോജിന് നേരെ ആക്രമണം ഉണ്ടായി. വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ തന്നെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. കോടതിയുടെയും നീതി സംവിധാനത്തിന്റെയും കാര്യത്തിൽ CPM എന്താ വിശ്വാസം അർപ്പിക്കാത്തത്? കോടതി ശിക്ഷിച്ച ഒരാളെ, ഞങ്ങളുടെ കോടതിയുടെ ശിക്ഷ വധശിക്ഷ, ആ വധശിക്ഷ ഏറ്റുവാങ്ങിയേ പറ്റൂ, മനോജിനെ കൊന്നേ പറ്റൂ എന്ന് എന്തിനാണ് CPM നിശ്ചയിക്കുന്നത്? കോടതി ശിക്ഷിച്ച ഒരു പ്രതിയായിട്ടുള്ള മനോജിനെ അപ്പീൽ നിൽക്കുന്ന കേസാണത്. നേരത്തെ ചിത്രങ്ങൾ കാണിച്ച കേസ്. ആ കേസിൽ കോടതിയുടെ വിധി എന്താണ്, നീതിന്യായ സംവിധാനം എന്താണ് പറയുന്നത് എന്ന് ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്കൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം ഞങ്ങൾ നടപ്പാക്കും എന്ന നിലയിൽ 3 കൊല്ലം യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ലാത്ത ഈ കണ്ണൂർ ജില്ലയിൽ അശാന്തിയുടെ വിത്ത് വിതച്ചു. ശരി, അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ MV ജയരാജൻ ഇവിടെ സൂചിപ്പിച്ച ഈ സംസ്കാരത്തിന് ഒരു അറുതി വേണ്ടേ? കണ്ണൂർ കഴിഞ്ഞ 40 വർഷമെങ്കിലുമായി ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് വേദിയാവുന്നുണ്ട്. പക്ഷെ നേരത്തെ സിദ്ദിഖ് സൂചിപ്പിച്ചതുപോലെ അതൊക്കെ പാർട്ടിക്കാർ നൽകുന്ന ലിസ്റ്റിലെ പ്രതികളിൽ മാത്രമായി ഒതുങ്ങിയത് കൊണ്ടാണല്ലോ ഈ കൊലപാതക സംസ്കാരം ഇങ്ങനെ വ്യാപിച്ചത്. ഇതിനിപ്പോൾ ഒരു RSS നേതാവിനെ കൊന്നതിൻ്റെ പ്രതികാരം എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചാൽ മറ്റു കേസുകൾ ഷുക്കൂർ RSSകാരനല്ല, ലീഗുകാരനാണ്, ഫസൽ NDFകാരനാണ്, അവിടെയൊന്നും ഈ പ്രശ്നമില്ല. കേസുകൾ ശരിയാവണ്ണം അന്വേഷിക്കപ്പെടാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ആസൂത്രകർ വെളിയിലേക്ക് വരുന്നു എന്ന് നമുക്ക് സാമാന്യമായി ഇതിനെ കണ്ടുകൂടെ? ഇവിടെ രണ്ടുപേരും CPMനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് രണ്ടുപേർക്കും അനുവദിച്ച സമയം എനിക്ക് അനുവദിച്ചാൽ നന്നായിരിക്കും. ആ സമയം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത്. ശ്രീ സിദ്ദിഖ് പറഞ്ഞത് ഈ ഗൂഢാലോചനക്കാരെ കണ്ടെത്തണം. സിദ്ദിഖെ, കേരള പോലീസ് അന്വേഷിക്കുന്ന UAPA വകുപ്പ് ചേർത്ത 2 കേസ്, മനോജ് സംഭവത്തെ തുടർന്ന് ചിറ്റാരിപ്പറമ്പ് പൊയിലൂര്, പ്രേമൻ ഒരു തൊഴിലാളി, കള്ളുഷാപ്പ് തൊഴിലാളി, മറ്റൊരു കൺസ്ട്രക്ഷൻ തൊഴിലാളി വിനോദ്, ഇവർ 2 പേരെയും കൊലപ്പെടുത്തിയതിൽ ഗൂഢാലോചനക്കാരായി യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിയോ കേരള പോലീസ്? താങ്കളൊന്ന് ദയവായി അക്കാര്യം ചെന്നിത്തലയോട് സംസാരിക്കുന്നു. RSSന്റെ ജില്ലാ സംസ്ഥാന നേതൃത്വത്തിന്റെ പങ്കോടെ നടത്തിയ കൊലപാതകമാണ് വിനോദിന്റെ കൊലപാതകം. വിനോദിനോട് പ്രത്യേക ഒരു വിരോധം ഇവർക്ക് വരാൻ കാരണം വിനോദ് മുമ്പ് RSS ആയിരുന്നു. RSS വിട്ട് നമ്മുടെ പാർട്ടിയുടെ കൂടെ വന്നതാണ്. ആ വിനോദിനെ കൊലപ്പെടുത്തിയതിൽ ഒരു ഗൂഢാലോചന കുറ്റവും ചുമത്തിയില്ല. വിനോദിനെ കൊലപ്പെടുത്താൻ നേതൃത്വം കൊടുത്തത് ജില്ലാ നേതൃത്വം, വത്സൻ തില്ലങ്കേരിക്ക് നന്നായിട്ട് അറിയാം. സംസ്ഥാന നേതൃത്വത്തിൻ്റെ പങ്കുണ്ട്. പ്രേമനെ കൊലപ്പെടുത്താൻ നേതൃത്വം കൊടുത്ത ആളുകളുടെ പേര് പ്രേമന്റെ മൊഴി കൂടി എടുക്കാൻ കഴിഞ്ഞൊരു ഘട്ടമുണ്ടായിരുന്നു. ആശുപത്രിയിൽ വെച്ചാണ് പ്രേമൻ മരിക്കുന്നത്, മരണമൊഴി എന്ന് നമ്മൾ പറയും. അത് പ്രകാരം ചാർജ് ചെയ്ത FIRൽ പറഞ്ഞ 6 പേരിൽ 5 പേരെയും കേരള പോലീസ് ഒഴിവാക്കി.
ഒരാളെ മാത്രമായിട്ടാക്കി. ഗൂഢാലോചനക്കാരെ ഫലപ്രദമായി അറസ്റ്റ് ചെയ്തില്ല. UAPA അതിൽ ചുമത്തി. 85 ദിവസം എത്തിയപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഈ RSSുമായി ഒത്തുചേർന്ന് ജാമ്യം കൊടുക്കാനുള്ള പരിപാടിയാക്കി. 150 ദിവസം കഴിഞ്ഞിട്ടും മനോജ് കേസിലെ പ്രതികൾക്ക് ജാമ്യം കിട്ടിയില്ല. ഓർക്കണം, നിങ്ങളുടെ DGPയും RSSും ചേർന്ന് ഇപ്പോൾ വത്സൻ തില്ലങ്കേരി പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം കേസ് അവർ നന്നായി നടത്തുന്നുണ്ട്. DGPയെ പിടിക്കേണ്ട പോലെ പിടിക്കുന്നുണ്ട്. അല്ല, ഇതിൽ ഈ DGPയെ പിടിക്കുക എന്നുള്ളത് നോക്കൂ ശ്രീ MP ജയരാജൻ, ഈ പ്രേമന്റെയും വിനോദിന്റെയും കേസുകൾ ശരി, ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കട്ടെ, അതും UAPA കേസാണല്ലോ. നിങ്ങൾ അക്കാര്യത്തിൽ നിയമ പോരാട്ടം നടത്തി അക്കാര്യം അന്വേഷിപ്പിക്കാത്തത് എന്താണ്? ഇവിടെ ഷുക്കൂറിന്റെ ഉമ്മ കോടതിയിൽ പോയാണല്ലോ ആ കേസിൽ CBI അന്വേഷണം വാങ്ങിയത്. ഫസലിന്റെ കേസിലാണെങ്കിൽ CBI അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് നിങ്ങളുടെ 2 നേതാക്കൾ പ്രതികളായത്. ഇനി ഇവിടെ ഗൂഢാലോചന ആംഗിൾ കണ്ടെത്തണം, കേരള പോലീസ് വീഴ്ച വരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ CBIയുടെ അന്വേഷണം നിങ്ങൾ ആവശ്യപ്പെടൂ. ആവശ്യപ്പെട്ടല്ലോ. അതൊന്നും താങ്കൾ അറിഞ്ഞിട്ടില്ല. അല്ല, ഞാൻ പറയുന്നത് ഷുക്കൂറിന്റെ ഉമ്മ എങ്ങനെയാണോ CBI അന്വേഷണം സാധ്യമാക്കിയത്, അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഇവിടെ സാധ്യമാക്കൂ എന്നാണ്. കേൾക്ക്. അതെ, പ്രേമന്റെ അമ്മ ഒരു ഹർജി കൊടുത്തു. ആർക്ക്? ഉമ്മൻചാണ്ടിക്ക്, കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും. ആ കത്തിൽ പറഞ്ഞു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അനുവദിച്ചു തരണം. 4 മാസമായി DGP അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. DGP എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ. ഗവൺമെന്റ് അതിന്മേൽ ഒരു തീരുമാനം എടുത്തില്ല. ഇവരപേക്ഷ കൊടുത്തു, അനുവാദം കൊടുത്തു. നമ്മൾ തിരിച്ചറിയേണ്ടത് രാഷ്ട്രീയമാണിത്. കോൺഗ്രസും RSSും ചേർന്നിട്ടുള്ള രാഷ്ട്രീയ ഇടപെടൽ. കേസുകൾ പിൻവലിച്ച ഒരുപാടുണ്ടല്ലോ, ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്തതാണ്. തിരുവനന്തപുരത്തെയും കോഴിക്കോടെയും കാസർഗോഡെയും RSSന്റെ കേസുകൾ UDF ഗവൺമെന്റ് പിൻവലിച്ചത്. അപ്പോൾ ഇതുപോലെയാണ് സ്ഥിതി. അമ്മ പ്രേമന്റെ കാര്യത്തിൽ ആവശ്യപ്പെട്ടു, വിനോദിന്റെ ഭാര്യ പെറ്റീഷൻ കൊടുത്തു, ഇതൊക്കെ കൊടുത്തു. നിയമത്തിന്റെ മുമ്പാകെയും പോയി, കോടതിയുടെ മുമ്പാകെയും പോയി. 85 ദിവസം എത്തിയപ്പോൾ ജാമ്യം കിട്ടുകയാണ് UAPA വകുപ്പ്. 150 ദിവസം എത്തിയപ്പോൾ CPMകാർക്ക് ജാമ്യം കിട്ടുന്നില്ലേ, എതിർക്കുകയാണ്. അപ്പം നിയമപരമായി ഞങ്ങൾ പോവാൻ. പക്ഷേ ഇദ്ദേഹം ചെയ്യുന്നത് പോലെ നിയമത്തിന്റെ എല്ലാ വഴികളും അവർ തേടുന്നുണ്ട്. DGPയെ പിടിക്കാൻ ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഈ ഒരു കാര്യം ഒഴിച്ച് നിയമപരമായ നടപടികൾ സ്വീകരിക്കും. ഇനി നേരത്തെ പറഞ്ഞ കാര്യത്തിൽ എന്താ ആ കത്തിലുള്ളത്? കത്തതിയെ സമ്മതിച്ചു. ഇതിപ്പോൾ RSS കൊടുത്തതിൽ RSSന്റെ ചിലർ കൊടുത്തതായി. ഈ കത്തിൽ പറയുന്ന വാചകം RSSൻ്റെതാണെന്ന് ആർക്കാ അറിയാത്തത്? വത്സൻ തില്ലങ്കേരി ഉൾപ്പെടെയുള്ളവർ ഇവിടെ പ്രസംഗിച്ച് നടക്കുന്നതല്ലേ ഇത്? P ജയരാജനാണ് ബുദ്ധികേന്ദ്രം. അത് തന്നെ CBI റിപ്പോർട്ടായിട്ട് കൊടുത്തു. അതുകൊണ്ട് കത്ത് RSSന്റെ ഏതാനും ചിലർ അയച്ചതാണെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞാലും അത് RSSൻ്റെതാണ്. ശരി, അതിന് വത്സൻ തില്ലങ്കേരി മറുപടി പറയും. അതിനു മുൻപ് ശ്രീ T സിദ്ദിഖ്, ഇവിടെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസിനെ കുറിച്ച് CPIMന് കൃത്യമായ ആരോപണമുണ്ട്. അദ്ദേഹവും കണ്ണൂരുകാരനാണല്ലോ. ഈ 2 കൊലക്കേസുകളിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നതിലേക്ക് നയിച്ചത് DGPയുടെ ഇടപെടലാണ് എന്ന പരാതി CPIMനെ സംബന്ധിച്ചുണ്ട്. സമാനമായ കേസുകളിൽ ഇതേ നീതി CPIM പ്രവർത്തകർക്ക് കിട്ടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഹൈക്കോടതിയിൽ DGP എടുക്കുന്ന നിലപാടാണ് എന്ന ആക്ഷേപമുണ്ട്. ഇതൊന്നുമല്ലാത്ത മറ്റൊരു കാര്യം ഞാൻ പറയാം. സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാരിനെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന നിലപാടായിരിക്കുമല്ലോ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് സ്വീകരിക്കുക. ഇവിടെ ഷുക്കൂർ കേസിൻ്റെ കാര്യം വന്നപ്പോൾ അന്വേഷണ സംഘത്തിന് ശരിയായ വസ്തുതകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് കൺഫസ് ചെയ്തു. അതായത് ജയരാജനെ ഏതെങ്കിലും തരത്തിലൊക്കെ കൊടുക്കണം എന്ന കുറുക്കൻ ബുദ്ധി ഉണ്ടോ ഇക്കാര്യത്തിൽ കോൺഗ്രസിന്? ഒന്ന്, ഇവിടെ ബഹുമാന്യനായ ശ്രീ ജയരാജൻ, MV ജയരാജൻ പരിണിതപ്രജ്ഞനായ പ്രമുഖനായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അദ്ദേഹം ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ വളരെയധികം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ശ്രീ വിനോദന്റെ വധവും പ്രേമന്റെ വധവുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഒരു തരത്തിലും അതിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസിന് ഒരു രീതിയിലുള്ളതായിരിക്കുന്ന കണക്ഷൻസ് ഇല്ല. 1. 2 ഉണ്ടെങ്കിൽ അവർ പറയട്ടെ, എവിടെയാണ് അദ്ദേഹം വാദിച്ചത്, ഏത് രീതിയിലാണ് RSSുമായി അദ്ദേഹം ടൈപ്പ് ചെയ്തത്? വെറുതെ എന്തെങ്കിലും ആരോപണം പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഇവർക്കുള്ള അദ്ദേഹത്തോടുള്ളതായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം എന്താ? അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇവർ പോയി റീത്ത് സമർപ്പിച്ച ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ശ്രീ ആസഫ് അലിയുടെ തലശ്ശേരിയുള്ളതായിരിക്കുന്ന വീട്ടിൽ പണ്ട് മുതലേ അദ്ദേഹത്തെ വേട്ടയാടാൻ ഇവരുടെ പാർട്ടി നടത്തുന്ന വളരെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട് ആസഫ് അലിക്കെതിരെ ഇവർക്കുണ്ട്.
ലാവലിംഗ് കേസിൽ അദ്ദേഹമാണല്ലോ ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തത്. ആ പെറ്റീഷൻ അനുവദിക്കപ്പെട്ടല്ലോ. ഇവരുടെ പ്രഖ്യാപിത ശത്രുവാണ് ആസഫ് അലി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അത് ഇല്ലാത്തതായിരിക്കുന്ന കേസുമായി ബന്ധപ്പെടാത്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആസഫ് അലിയുടെ പേര് പറയുന്നത് അത് നിരുത്തരവാദപരമായ കാര്യമാണ്. അത് നിങ്ങൾ സ്വയം വീഴ്ചയിൽ, പരാജയത്തിൽ നിങ്ങൾ മറ്റു മാർഗങ്ങൾ തേടുന്നതിന്റെ സമീപനത്തിന്റെ ഭാഗമാണത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ നിങ്ങൾക്ക് നിലവിൽ നിങ്ങളുടെ പ്രവർത്തകന്മാർ വധിക്കപ്പെട്ടതായിരിക്കുന്ന കേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയുണ്ടോ? അന്വേഷണത്തിൽ വീഴ്ചയുണ്ട്, അന്വേഷണത്തിൽ പോരാ, CBI അന്വേഷണം വേണോ? നിങ്ങൾക്ക് സർക്കാരിനെ അപ്രോച്ച് ചെയ്യാം, നിങ്ങൾക്ക് കോടതിയിൽ പോകാം. വേഗത പോരെ? കോൺസ്പിറസി സൈഡ് അന്വേഷിക്കുന്നില്ലേ? നിങ്ങൾക്ക് പൊതുസമൂഹത്തെ അഡ്രസ് ചെയ്യാം, അതിന്റെ കൂടെ തന്നെ കോടതിയിൽ പോകാം. നിങ്ങൾ എന്തേ ആ നിയമമാർഗങ്ങളൊന്നും അവലംബിക്കാത്തത്? ചാനൽ ഡിബേറ്റിൽ വന്നുകൊണ്ട് സംസാരിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ അഡ്രസ് ചെയ്യേണ്ട തലത്തിൽ നിങ്ങൾ അഡ്രസ് ചെയ്യണം. CBI അന്വേഷണം വേണോ? ഗവൺമെന്റ് അതിന്റെ നടപടികൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്. നിലവിലുള്ള അന്വേഷണത്തിൽ നിങ്ങൾക്ക് തൃപ്തിയില്ലേ? ബാധ്യസ്ഥരാണ്. പിന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ കാര്യം പറഞ്ഞു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അനുവദിക്കണം എന്ന് ഒരു വിക്റ്റിമായിട്ടുള്ള ഒരാളുടെ കുടുംബം വന്നുകൊണ്ട് പറഞ്ഞാൽ തീർച്ചയായും ഗവൺമെന്റിന് ആ ബാധ്യതയുണ്ട്. ആ ഗവൺമെന്റ് അവർക്ക് സാറ്റിസ്ഫൈഡ് ആയി കേസ് നടത്താൻ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വേണം എന്ന് പറഞ്ഞാൽ അനുവദിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. അത് അനുവദിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഒരു തർക്കവും അക്കാര്യത്തില്ല. പക്ഷേ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ കാര്യത്തിലും അതുപോലെ കേസ് നടത്തിപ്പിന്റെ കാര്യത്തിലും ഇവിടെ പറഞ്ഞത് വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിന് ബഹുമാന്യനായ ജയരാജൻ ഇവിടെ മറുപടി പറഞ്ഞില്ല. നിങ്ങൾ കേരളത്തിലെ പൊളിറ്റിക്കൽ കേസുകളിൽ നാദാപുരത്ത് നിങ്ങളാണ് പ്രതി, നിങ്ങൾ RSS കേസുമായി ബന്ധപ്പെട്ട് നിങ്ങളാണ് പ്രതി, നിങ്ങൾ പിന്നെ ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളാണ് പ്രതി, ഏത് സെക്ഷൻസ് എടുത്ത BJPയുമായി നിങ്ങളാണ് പ്രതി. ആരെടുത്താലും നിങ്ങളൊരു ഭാഗത്ത് പ്രതിസ്ഥാനത്ത്, അതിനു മുൻപ് ശ്രീ വത്സൻ തില്ലങ്കേരി, ഇതൊരു പ്രത്യേക കേസല്ലേ? ബോംബെറിഞ്ഞ് വെട്ടിക്കൊന്ന കേസുകളിൽ UAPA എടുക്കും എന്നുള്ളതാണെങ്കിൽ കണ്ണൂരിൽ ഉണ്ടായിട്ടുള്ള നിരവധി കൊലപാതക കേസുകളിൽ അങ്ങനെ എടുക്കേണ്ടതാണ്. ഇവിടെ ഈ കേസിൽ UAPA കേസ് രജിസ്റ്റർ ചെയ്യാനാണ് ആദ്യത്തെ അന്വേഷണ സംഘം കേരള പോലീസ് തീരുമാനിച്ചത്. അതുപോലെ തന്നെ ഇത്തരം കേസുകളിൽ CBI അന്വേഷണം അത്ര എളുപ്പമല്ല. ഷുക്കൂർ കേസിൽ എത്രയോ വൈകി ഇപ്പോൾ ഹൈക്കോടതിയാണ് ഉത്തരവിടുന്നത്. TP കേസിൽ സർക്കാർ അങ്ങനെ ഒരു ശുപാർശ കൊടുത്തിട്ടും CBI അത് സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഈ കേസിനെ എടുത്താൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിട്ട് കണ്ണൂരിൽ വരുന്നു, കൊല്ലപ്പെട്ട ആളുടെ വസതി സന്ദർശിക്കുന്നു, പിന്നാലെ CBI അന്വേഷണം വരുന്നു. ഇതൊരു പ്രത്യേക കേസല്ലേ? ഇതിൽ ഒരു കാര്യമുള്ളത്, ഏതായാലും ശ്രീ MV ജയരാജൻ ഉൾപ്പെടെ ഇപ്പോൾ ഒരു കാര്യം സമ്മതിച്ചല്ലോ. നേരത്തെ അവർ പറഞ്ഞിരുന്നത് UAPA കേസ് CPMനെതിരെ മാത്രമായിട്ടാണ് എടുക്കുന്നത്, RSSനെ സംരക്ഷിക്കുകയാണ് UDF ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായല്ലോ, 3 കേസ്, അതിലൊന്ന് CPMന്റെ നേരെ, അതുപോലെ തന്നെ 2 RSS BJP പ്രവർത്തകന്മാർക്ക് നേരെയാണ് UAPA എന്ന് സമ്മതിച്ചല്ലോ. രണ്ടാമത്തെ ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞതിലൊരു പിശകുള്ളത് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പ്രേമന്റെ കേസിൽ 85 ദിവസത്തിനുള്ളിലാണ് ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞു. തെറ്റാണ്. ഞാൻ പറഞ്ഞിട്ടില്ല. തെറ്റാണ്. രണ്ട് കേസുകളിലും 150 ദിവസം, 2 കേസുകളിലും 150 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ജാമ്യം കിട്ടുന്നത്. ഞാൻ ഒരു കാര്യം പറയാം. മറ്റേ കേസ് പറയാം, മനോജിന്റെ കേസ് ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ഇടപെട്ടില്ലല്ലോ. ഒന്ന് പറഞ്ഞോട്ടെ. അതായത് മനോജിന്റെ കേസിൽ UAPA ചുമത്തിയ കേസിൽ കോടതിയിൽ പോലും ഹാജരാവാതെ ഒരാൾക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്. പയ്യന്നൂർ ഏരിയ സെക്രട്ടറി മഹസൂരൻ കോടതിയിൽ പോലും വന്നിട്ടില്ല, അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടുണ്ട്. ആ കേസിൽ 150 ദിവസം കഴിഞ്ഞതിന് ശേഷം 3 CPM പ്രവർത്തകന്മാർക്ക് ജാമ്യം കിട്ടിയല്ലോ. നിങ്ങൾ 150 ദിവസം കഴിഞ്ഞപ്പോൾ ജാമ്യം കിട്ടിയല്ലോ. ഞങ്ങളുടെ പ്രവർത്തകന്മാർ ആ കേസിനെ സംബന്ധിച്ച് ശ്രീ ജയരാജന് വളരെ വ്യക്തമായിട്ട് അറിയാലോ. അത് അർദ്ധരാത്രിക്ക്, ആ വിനോദന്റെ കേസ് അർദ്ധരാത്രിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ അപ്പുറത്ത് ഒരു സ്ഥലത്ത് വെച്ച് ഒരു സ്ഫോടനത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് എന്നും അതൊരു ആക്രമി സംഘവുമായിട്ടുണ്ടായിരുന്ന ഒരു ഏറ്റുമുട്ടലിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. ആ കേസിൽ UAPA ചുമത്താൻ എന്ത് സാധ്യതയുള്ളത്? പക്ഷെ ഞങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്, ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞെന്താ, CPMന് നിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു കേസിൽ UAPA ചുമത്തിയ സ്ഥിതിക്ക് CPMന് ഈ കേസിൽ UAPA ചുമത്തിയിട്ടില്ല, നിങ്ങൾക്കെതിരായി ചുമത്തിയിട്ടില്ലെങ്കിൽ CPM പ്രക്ഷോഭത്തിനിറങ്ങുന്നു. ഇങ്ങനെയാണോ ഒരു സമീപനം ഉണ്ടായത്? ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയാണോ ശ്രീ MV ജയരാജൻ? ഇവിടെ ഞാൻ
എൻ്റെ സുഹൃത്ത് സിദ്ദിഖിന് ഞാൻ ഈ പരാതി അയച്ചു കൊടുക്കാം. പ്രേമൻ്റെ അമ്മ, വിനോദൻ്റെ ഭാര്യ, ഇവർ ആഭ്യന്തരമന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും അയച്ച നിവേദനങ്ങളുടെ കോപ്പിയായി ഒന്നും പരിഗണിച്ചിട്ടില്ല. കമ്മ്യൂണിസ്റ്റുകാർ മരിച്ച പുഴുക്കളെ പോലെ മരിക്കാൻ വിധിക്കപ്പെട്ടവർ. സിദ്ദിഖെ, നിങ്ങളെപ്പോലുള്ള നിങ്ങളൊരു ബഹുമാനപ്പെട്ട ആളായതുകൊണ്ട് പറയുകയാണ്, ഈ പരാതി ഒന്ന് ചെന്നിത്തലക്ക് അയച്ചു കൊടുക്കുക, മെയിലിൽ അയച്ചു തരാം ഞാൻ. എന്നിട്ട് പറയണം അടിയന്തരമായിട്ട്. നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു, അടിയന്തരമായി പ്രോസിക്യൂട്ടറെ നിയമിക്കണം. നിങ്ങൾ DGPയുടെ ഓഫീസിൽ 4 മാസമായി ആ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണം എന്നുള്ള പെറ്റീഷൻ DGPയുടെ റിമാർക്കിന് വേണ്ടിയിട്ട് കൊടുത്തത്. താങ്കളുടെ കാര്യത്തിലേക്ക് പറയാം, താങ്കളുടെ അറിവിലേക്ക് പറയാം. DGP ചെയ്ത ഒരു കാര്യം അറിയോ? DGP പറ്റി വെറുതെ പറയുന്നതല്ല, അദ്ദേഹം ചെയ്തത് ആ സിംഗിൾ ജഡ്ജിക്ക് ഒരിക്കലും ബെയിൽ അപ്പീൽ പെറ്റീഷൻ കൊടുക്കാൻ പാടില്ല. ക്രിമിനൽ അപ്പീൽ എന്ന് പറയുന്നത് ഡിവിഷൻ ബെഞ്ചിലാണ്. ഇപ്പോൾ ജയരാജൻ്റെ ബെയിൽ പെറ്റീഷൻ അത് ക്രിമിനൽ അപ്പീലായി ഡിവിഷൻ ബെഞ്ചിലാണ് പോയത്. അവിടെയാണ് പോകേണ്ടത്. പ്രേമൻ വിനോദ് കേസ് 2 സിംഗിൾ ജഡ്ജിക്ക് ഹർജി കൊടുത്തു. അത് ഈ നിയമം ഇദ്ദേഹം വത്സം പറഞ്ഞല്ലോ, ഞങ്ങൾ നിയമത്തിൻ്റെ എല്ലാ അറ്റവും പോവും, സമർത്ഥമായി ചെയ്തതാണ്. ആ സിംഗിൾ ജഡ്ജിനെടുക്ക കേസ് വന്നു. ആസഫ് അലി അപ്പോൾ പറയണം, ബഹുമാനപ്പെട്ട കോടതിക്ക് അധികാരമില്ല, ഇത് ഡിവിഷൻ ബെഞ്ചിന് വേണം. പറഞ്ഞില്ല. അതുകൊണ്ടാണ് 85ാമത്തെ ദിവസം ജാമ്യം കിട്ടിയേ. ഇത് വത്സൻ പ്രേമ കേസിലായിട്ട് പറഞ്ഞു. പ്രേമ കേസിൽ 150ാമത്തെ ദിവസത്തിൽ ജാമ്യം കിട്ടി. 150 വരെ നിന്നില്ല. കുറ്റപത്രം ഇതുവരെ കൊടുത്തില്ല എൻ്റെ സിദ്ദിഖെ. കുറ്റപത്രം കതിരൂർ കേസിൽ കുറ്റപത്രം കൊടുത്തു ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി. മറ്റേ 2 കേസിലും കുറ്റപത്രം കൊടുത്തില്ല. UAPA മറ്റ് 2 കേസിൽ ചുമത്തിയിട്ട് അതിൻ്റെതായ വല്ലതും RSSന് എഫക്റ്റ് ചെയ്യണ്ടേ? എന്തേ ഗൂഢാലോചനക്ക് വിനോദ കേസിൽ ഒരാളെയും പിടിക്കാത്ത? എന്തേ ഉന്നതതല ഗൂഢാലോചന പിടിക്കാത്ത? എന്താ കമ്മ്യൂണിസ്റ്റുകാർ മരിക്കാൻ പുഴുക്കളെ പോലെ വിധിക്കപ്പെട്ടതാ? 2 മനുഷ്യന്റെ ജീവൻ പോയില്ലേ? ആ കാഞ്ഞങ്ങാട് കേസെടുക്കാം. താങ്കൾ കാസർഗോഡ് മത്സരിച്ചതല്ലേ? ഫഗത് 8 വയസ്സാ വെട്ടിക്കൊലപ്പെടുത്തി. എന്തേ അതിൽ ഗൂഢാലോചന കുറ്റമില്ലാത്ത? എന്തേ അതിൽ UAPA ഇല്ലാത്തത്? 8 വയസ്സുള്ള കുട്ടിയല്ലേ? കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അബ്ബാസിന്റെ കുട്ടിയല്ലേ? അതൊരു ഈച്ച പോയ പോക്കല്ലേ? നിങ്ങൾ പറഞ്ഞല്ലോ, CPMനെ ഒരുപാട് നിങ്ങൾ ഉപദേശിച്ചല്ലോ. നിങ്ങൾ ഒരറ്റ RSSകാരൻ്റെ അക്രമത്തെ അപലപിച്ചോ? RSSകാര് ഈ കേരളത്തിൽ 170ഓളം CPM അതൊക്കെയാണ് CPIMന്റെ വാദങ്ങൾ. ദയവായി തുടരുക. ചർച്ച അവസാന ഘട്ടത്തിലേക്ക്. ടി സിദ്ദിഖ്, CPIM നേതാക്കൾ CBI കേസുകളിൽ പ്രതികളാകുമ്പോൾ നിങ്ങൾക്ക് കോൺഗ്രസിന് വലിയ സന്തോഷം തോന്നുന്നുണ്ടോ? ഇവിടെ ഈ കേസിൽ തന്നെ ഹൈക്കോടതിയിൽ CBI അറിയിച്ചത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ആസൂത്രകനായിട്ടുള്ള കിങ് പിന്നായിട്ടുള്ള ആളാണ് P. ജയരാജൻ എന്നുള്ളതാണ്. എന്തൊക്കെ വസ്തുതകളാണ് CBI അതിനെ ആധാരമാക്കുന്നത് എന്നറിയില്ല. ഇവിടെ ഈ കേസിൽ CBI സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ശരിയാണ്. CBI വളരെ ശരിയായ രീതിയിൽ യാതൊരു ബാഹ്യ സമ്മർദ്ദവും ഇല്ലാതെയാണ് അന്വേഷിക്കുന്നത് എന്ന ബോധ്യം നിങ്ങളെ സംബന്ധിച്ചുണ്ടോ? ശ്രീ ജയരാജൻ, P. ജയരാജന് ജാമ്യം നിഷേധിക്കപ്പെട്ടത് CD അതിൻ്റെ മാർക്ക് ചെയ്യപ്പെട്ടതായിരിക്കുന്ന പോർഷൻ കണ്ടതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അതിൽ എത്രത്തോളം ഇൻവോൾവ്മെൻറ്റ് അദ്ദേഹത്തിനുണ്ട് അതൊക്കെ വിചാരണയ്ക്ക് വിധേയമാകേണ്ട കാര്യമാണ്. അത് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം CBIക്കാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. കമാൽ പാഷയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു നിരീക്ഷണമുണ്ട്. സ്വയം പ്രഖ്യാപിത രാജാക്കന്മാർ കൊലപാതകം നടത്തുക, നീതി നിർവഹണം തടസ്സപ്പെടുത്തുക, അന്വേഷണം തടസ്സപ്പെടുത്തുക, അതിനെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക, ഈ സമീപനം സ്വീകരിക്കുന്ന സ്വയം പ്രഖ്യാപിത രാജാക്കന്മാരുടെ സംവിധാനം ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഒരു തരത്തിലും ഭൂഷണമല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ഞാനത് പറയുന്നതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ ബഹുമാന്യനായ ഞങ്ങൾക്കിതിലൊന്നും പ്രത്യേകമായിട്ടുള്ള സന്തോഷമൊന്നും ഒരു കാരണവശാലും ഇല്ല. കേരളത്തിൽ UAPA ചുമത്തിയതിനെ പറ്റി ബഹുമാന്യനായ ശ്രീ ജയരാജൻ വേവലാതിപ്പെടുന്നു, RSS ഒരു ഭാഗത്തുനിന്ന് വേവലാതിപ്പെടുന്നു. എന്നാൽ ഈ പരിപാടി അങ്ങ് അവസാനിപ്പിക്കുക എന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രയാസം ഉണ്ടാവില്ല. അത് നിങ്ങൾ തീരുമാനിക്കുന്നില്ല. നിങ്ങൾക്കെതിരെ ചുമത്തുന്നവർക്കെതിരെയാണ്, കുറ്റം ചുമത്തുന്നവർക്കെതിരെയാണ് നിങ്ങൾക്ക് രണ്ടാളുടെയും പരാതി. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇത് അവസാനിപ്പിക്കുന്നില്ല. പിന്നെ ഞാൻ അതിൽ ഒരു സീരിയസ് ആയ കാര്യം പറയുന്നു. ഒന്ന്, നേരത്തെ ശ്രീ ആസഫ് അലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കോടതിയിൽ കേസ് വരുമ്പോൾ ആ കോടതിയിലാണോ കേസ് വരേണ്ടത് എന്നുള്ളതിന് ഹൈക്കോടതിയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള സിസ്റ്റം ഉണ്ട്.
ജസ്റ്റിസ് കമാൽ പാഷയുടെ ബെഞ്ചിൽ വരുന്ന കേസുകൾ സബ്ജക്ട്സ് വിച്ച് ആർ നോട്ട് മെൻഷൻഡ് എൽസ്വെയർ, അത് മിസ്ലേനിയസ് പെറ്റീഷനാണ്. ഉബൈദിന്റെ ബെഞ്ചിൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷനുമായി ബന്ധപ്പെട്ട PC ആക്ടുമായി ബന്ധപ്പെട്ട കേസാണ്. തോട്ടത്തിൽ രാധാകൃഷ്ണന്റെ ബെഞ്ചിൽ മറ്റൊരു തരത്തിലുള്ള കേസാണ്. അങ്ങനെ ഓരോന്നിനും ഓരോ ഡിവിഷൻ ഉണ്ട്. ഒരു സുപ്രഭാതത്തിൽ DGP ഈ കേസിലൊന്നും ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല, ഒരു അഭിപ്രായ പ്രകടനം പോലും നടത്തിയിട്ടില്ല. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ബെഞ്ച് മാറ്റൂല്ല. അങ്ങനെയൊന്നും വന്നുകൊണ്ട് DGPക്കെതിരായി, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനെതിരായി രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട്, മറ്റുള്ള തരത്തിലുള്ള വിരോധം വെച്ചുകൊണ്ട് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നത് ഒരു കാരണവശാലും ഭൂഷണമായിട്ടുള്ള ശരി, അത് താങ്കൾ വിശദീകരിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. ശ്രീ വത്സൻ തില്ലങ്കേരി, പി ജയരാജൻ ഇവിടെ ശ്രീ MV ജയരാജൻ ചർച്ചയുടെ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ കടുത്ത ശാരീരികമായ ആക്രമണ ശ്രമത്തെ നേരിട്ട് അതിജീവിച്ച ആളാണ് അദ്ദേഹം. ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം വിവിധ പോക്കറ്റുകളിൽ നിന്ന് RSS പ്രവർത്തകരെയും നേതാക്കളെയും CPIMലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. പി ജയരാജൻ ഒരു വലിയ തലവേദനയാണ് എന്ന ഒരു ആലോചന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത നിങ്ങളെ സംബന്ധിച്ച്, RSSനെയോ BJPയെയോ സംബന്ധിച്ചുണ്ടോ? അല്ല, അത് പി ജയരാജൻ അല്ലാതെ വേറെ ഒരുപാട് ജയരാജന്മാർ കണ്ണൂർ ജില്ലയിലുണ്ട്. ഞങ്ങൾക്ക് പി ജയരാജൻ ഒരു തലവേദനയൊന്നുമില്ല. പി ജയരാജന് മുമ്പ് സാക്ഷാൽ പിണറായി വിജയൻ ഇവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, ശ്രീ MV രാഘവൻ ഇവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ ഇവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ആ സമയത്തൊക്കെ അവരുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയ അടിച്ചമർത്തൽ ഉന്മൂലന പ്രവർത്തനങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അവരുടെ എല്ലാം ശിഷ്യനാണ് പി ജയരാജൻ എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തോട് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നും ഉണ്ടാകേണ്ട കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. രണ്ടാമത്തെ കാര്യം, ഇതെന്താ ഞങ്ങളെക്കുറിച്ച് പറയുന്നത്, ഞങ്ങളെക്കുറിച്ച് മാത്രം പറയുന്നത്? ഇപ്പൊ പ്രമാദമായ 4 കേസുകളുണ്ടല്ലോ. ആ 4 കേസുകളിൽ ഒന്ന് NDF പ്രവർത്തകനായ ഫസൽ, മറ്റൊന്ന് മുസ്ലിം ലീഗ് പ്രവർത്തകനായ ഷുക്കൂർ, മറ്റൊന്ന് ഇവരുടെ പാർട്ടിക്കാരൻ തന്നെയായിരുന്ന, പാർട്ടി നേതാവായിരുന്ന, പാർട്ടി കുടുംബത്തിൽപ്പെട്ട TP ചന്ദ്രശേഖരൻ. ഈ 3 ആളുകളെയും കൊലപ്പെടുത്തിയത് ഇപ്പോൾ മനോജ് ആ കൂട്ടത്തിൽ ഒരാൾ മാത്രമാണല്ലോ. ഇതെല്ലാം ഇവരെല്ലാം CPMന്റെ നേതാക്കളെ പ്രതികളാക്കിയത് RSS ആണ്. അത് തന്നെയാണ് MV ജയരാജൻ ഉയരുന്ന ചോദ്യം. കണ്ണൂരിലെ പ്രമാദമായ രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊക്കെ എന്തുകൊണ്ടാണ് മറ്റൊരു നേതാവിന്റെയും പേര് വരാതെ പി ജയരാജന്റെ പേര് വരുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞു. പി ജയരാജനോട് ഇവർക്കൊരു ശത്രുതയുണ്ട്. ആ ശത്രുത 99 തിരുവോണം നാളിൽ വെട്ടി നുറുക്കിക്കൊണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ കാണിച്ച ഫോട്ടോ കണ്ടിട്ടില്ല. അല്ല, തീർച്ചയായും ശ്രീ MV ജയരാജൻ അത് കണ്ടു. പക്ഷേ ഇത് RSSന്റെ മാത്രം കാര്യമല്ലല്ലോ, കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ ശരി. അല്ല, സിദ്ദിഖ് കണ്ടിട്ടില്ല. സിദ്ദിഖ് ഒന്ന് കണ്ടോട്ടെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്ന്. മറ്റൊന്ന്, ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഗൗരവമായ ഒരു പ്രശ്നം ഉയർന്നു വരുന്നത് CPIMന്റെ 14 സഖാക്കളെ കൊലപ്പെടുത്തിയ ഫഹദ് മുതൽ ഈ പ്രേമൻ വരെയുള്ള സഖാക്കളെ കൊലപ്പെടുത്തിയ സംഭവങ്ങൾ എന്തേ വിവാദമാവാത്തത്? 8 വയസ്സ് പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ RSSകാർ കൊലപ്പെടുത്തിയിട്ട് അത് ഒരു പുഴു മരിക്കും പോലെയല്ലേ മാധ്യമങ്ങളടക്കം എടുത്തത്? അപ്പം ഇങ്ങനെയുള്ള 14 പേര് പറയാലോ. എന്നാൽ ഒരു 4 പേരുടെ കാര്യത്തിൽ വിവാദം ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ മരണവും ദുഃഖകരമാണ്. സിദ്ദിഖ് പറഞ്ഞ പോലെ ഒരു കൊലപാതകവും നടക്കാൻ പാടില്ല. അത് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് CPIM. അതുകൊണ്ടാണ് അമിത്ഷായും മോഹൻ ഭാഗവത്തും വന്നിട്ട് സമാധാനത്തിന് ആഹ്വാനം ചെയ്തു. മോഹൻ ഭാഗവത്തിൻ്റെ സമാധാന ആഹ്വാനം കേട്ട ഉടനെ CPIM അതിനനുകൂലമായി ഞങ്ങളും തയ്യാർ എന്ന് പറഞ്ഞു. സമാധാനം വേണ്ടമുണ്ട്. എന്താ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉടൻ പറഞ്ഞത്? ജയരാജൻ ഇന്ന് നിയമത്തിന് മുൻപിൽ കീഴടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ MV ജയരാജൻ, ശ്രീ വത്സൻ തില്ലങ്കേരി, ടി സിദ്ദിഖ്. ന്യൂസ് ടുഡേ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം എഡിറ്റേഴ്സ് അവർ കാണാം. നമസ്കാരം.